വെൽക്കം ടു ടെക് UGC ക്രാക്കർ. UGC നെറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷനിൽ തന്നെ ഇംപ്ലിക്കേഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവോ ഫോൾസോ ആയിട്ടുള്ള ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ സ്റ്റേറ്റ്മെൻറ്റ് അറ്റോമിക് ആകാം, അല്ലെങ്കിൽ മോളിക്കുലർ ആകാം. അറ്റോമിക് ആണെങ്കിൽ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. മോളിക്കുലർ ആണെങ്കിൽ ഫർദറായിട്ട് അറ്റോമിക് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ നോക്കാം. ദ മൂൺ ഈസ് മെയ്ഡ് ഓഫ് ചീസ്. 5+2 = 7. 5+2 = 5. സിമ്പിൾസും സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യാം. ഇന്ത്യ ഈസ് എ കൺട്രി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്ത കുറച്ച് എക്സാമ്പിൾ നോക്കാം. 5+x = 7. എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല, അപ്പം ഇത് ട്രൂവോ ഫോൾസോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല. വുഡ് യു ലൈക്ക് സം കേക്ക്? ഗോ ടു യുവർ റൂം. ഇത് രണ്ടും ട്രൂവോ ഫോൾസോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്നും സ്റ്റേറ്റ്മെൻറ്റുകളല്ല. മോളിക്കുലർ സ്റ്റേറ്റ്മെൻറ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി കണക്റ്റീവ്സ് യൂസ് ചെയ്യും. യുണറി കണക്റ്റീവ് ഉണ്ട്, ബൈനറി കണക്റ്റീവ് ഉണ്ട്. നെഗേഷൻ അല്ലെങ്കിൽ നോട്ട്, അത് യുണറി കണക്റ്റീവാണ്. ബൈനറി കണക്റ്റീവ്സ് ആണ് കൺജക്ഷൻ, ഡിസ്ജങ്ഷൻ, ഇംപ്ലിക്കേഷൻ ഓർ കണ്ടീഷണൽ, ബൈ കണ്ടീഷണൽ. കൺജക്ഷനെ P ആൻഡ് Q എന്ന് പറയും, ഡിസ്ജങ്ഷനെ P ഓർ Q എന്ന് പറയും, ഇംപ്ലിക്കേഷനിൽ ഇഫ് ദെൻ എന്ന് പറയും, ബൈ കണ്ടീഷണൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയും. അതിൻ്റെ സിമ്പിൾസ് ആണ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കൺജക്ഷനിൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലാത്ത എല്ലാ കേസിലും ഫോൾസ് ആയിരിക്കും. ഡിസ്ജങ്ഷനിൽ രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഫോൾസ് ആവത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദെൻ ബട്ട് അല്ലെങ്കിൽ ആൻഡ് യൂസ് ചെയ്ത് ഒരു രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് കൺജക്ഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുമെന്ന് പറയാം. ബട്ടിനും ലോജിക്കലി ആൻഡിൻ്റെ അതേ മീനിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബട്ടും ഒരു കണക്റ്റീവാണ്. ദെൻ ഇംപ്ലിക്കേഷൻ ഓർ കണ്ടീഷണൽ ഇഫ് ദെൻ. P implies Q. P ട്രൂവും Q ഫോൾസും ആവുന്ന കേസിൽ മാത്രമേ അത് ഫോൾസ് റിട്ടേൺ ചെയ്യത്തുള്ളൂ. അല്ലാത്ത എല്ലാ കേസിലും ട്രൂ ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് സണ്ണി വൈൽ ഗോയിങ് ബീച്ച് ദെൻ വി വിൽ ബി ടാൻഡ്. P implies Q എന്ന് പറയുന്നത് നെഗേഷൻ P ഓർ Q. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അപ്ലൈ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. P implies Q എന്ന് പറയുന്നത് നെഗേഷൻ P ഓർ Q. P implies Qനെ നമ്മൾ ഈ രീതിക്കൊക്കെ പറയാൻ പറ്റും. ഇഫ് P then Q, if P, Q, Q when P, Q only if P, Q unless negation P, Q whenever P, P is a sufficient condition for Q, Q follow P, P implies Q, a necessary condition for P is Q, Q if P, Q is necessary for P, P is a necessary condition for Q. Q ഫസ്റ്റ് വരുന്ന ഇതെല്ലാം ശ്രദ്ധിക്കണം. Q when P, Q only if P, Q unless negation P, Q whenever P, Q follow P, Q if P, Q is necessary for P. കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ ഇത് വരാറുണ്ട്. ട്രൂത്ത് ടേബിൾ, ഇംപ്ലിക്കേഷൻ്റെ ട്രൂത്ത് ടേബിളിൽ P ട്രൂവും Q ഫോൾസും ആയ കേസിൽ മാത്രമേ P implies Q ഫോൾസ് ആവത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും ട്രൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. P implies Q എന്ന് പറയുന്നത് നെഗേഷൻ P ഓർ Q. ഓറിൻ്റെ കണ്ടീഷൻ എന്ന ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഫോൾസ് വരത്തുള്ളൂ. അപ്പം P implies Q എന്ന് പറയുന്നത് നെഗേഷൻ P ഓർ Q ആ. അപ്പം നെഗേഷൻ Pയും ഫോൾസ് ആയിരിക്കണം, Qവും ഫോൾസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ P implies Q ഫോൾസ് ആവത്തുള്ളൂ. നെഗേഷൻ P ഫോൾസ് ആകുമ്പം P ട്രൂ ആയിരിക്കും. P ട്രൂവും Q ഫോൾസും ആവുന്ന കേസിലാണ് P implies Q ഫോൾസ്.
ഇത് വേരിയേഷൻസ് ആണ് ഇംപ്ലിക്കേഷൻ്റെ. കോൺവേഴ്സ്, ക്യൂ ഇംപ്ലൈസ് പിയെ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺവേഴ്സ് എന്ന് പറയാം. ഇഫ് ക്യൂ ദെൻ പി. ഇൻവേഴ്സ്, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂവിനെ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാം. ഇഫ് നോട്ട് പി ദെൻ നോട്ട് ക്യൂ. കോൺട്രാപോസിറ്റീവ്, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പിയെ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയാം. ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. കോൺ എന്ന് വരുന്നതിൽ രണ്ടിലും ക്യൂ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. കോൺവേഴ്സിൽ ജസ്റ്റ് റിവേഴ്സ്. then conditional, if it is raining then there are clouds in the sky. It seems the converse would be, if there are clouds in the sky then it is raining. The inverse would be, if it is not raining then there are not clouds in the sky. The contrapositive would be, if there are not clouds in the sky then it is not raining. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വൽ ആണ് കോൺട്രാപോസിറ്റീവ്. പി ഇംപ്ലൈസ് ക്യൂ ഈക്വൽ ടു നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതുപോലെ തന്നെ കോൺവേഴ്സും ഇൻവേഴ്സും ഈക്വൽ ആണ്. ക്യൂ ഇംപ്ലൈസ് പി ഈക്വൽ ടു നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. ദെൻ ബൈ കണ്ടീഷണൽ, P biconditional equal to P implies Q and Q implies P. അതുകൊണ്ട് തന്നെ ഇത് ബൈ ഇംപ്ലിക്കേഷൻ എന്നും പറയാം ഇതിനെ. ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ജോയിൻസ് ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ദ വേർഡ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ബൈ കണ്ടീഷണൽ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ സെയിം ആണെങ്കിൽ മാത്രം P ബൈ കണ്ടീഷണൽ Q ട്രൂ ആയിരിക്കും. ഒന്നുകിൽ രണ്ടും ട്രൂ ആകണം, അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആകുന്ന കേസിൽ മാത്രം ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ്. ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നെറ്റ് 2021 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് എ, all physicians whose license have been revoked are physicians ineligible to practice. Statement B, all physicians eligible to practice are physicians whose licenses are entailed. Which of the following is true with regard to above two statements? Option A, statement B is contrapositive of the statement A and these statements are not logically equivalent. Statement B is contrapositive of the statement A and these two statements are logically equivalent. Option 3, statement B is converse of the statement A and these two statements are not logically equivalent. Statement B is obverse of the statement A and these two statements are not logically equivalent. സ്റ്റേറ്റ്മെൻറ്റ് എയിൽ പറയുന്നത് ലൈസൻസ് റദ്ദാക്കപ്പെട്ട എല്ലാ ഫിസിഷ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ ഇന്നെലിജിബിളായിട്ടുള്ള ഫിസിഷ്യൻസാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ എലിജിബിളായിട്ടുള്ള ഫിസിഷ്യൻസ് എല്ലാവരും തന്നെ ലൈസൻസ് ഉള്ളവരായിരിക്കും. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പി ഓൾ ലൈസൻസ് റദ്ദാക്കപ്പെട്ടവരാണ് പി എന്ന് കണക്കാക്കിയാൽ ഇവിടെ ക്യൂ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്, അല്ല പി ആണ്. ഫിസിഷ്യൻസ് ഇന്നെലിജിബിൾ ടു പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നെഗേഷൻ ക്യൂ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ബിയിൽ ഫസ്റ്റ് വന്നേക്കുന്നത്. നെഗേഷൻ പി ആണ് സെക്കൻഡ് വന്നേക്കുന്നത്. അങ്ങനെ ആകുമ്പം സ്റ്റേറ്റ്മെൻറ്റ് എയുടെ കോൺട്രാപോസിറ്റീവാണ് സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ്
സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് എ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എ. അതുപോലെ തന്നെ അത് ലോജിക്കലി ഈക്വിവാലൻറ്റുമാണ്. ഓപ്ഷൻ 2. If x then y unless z is represented by which of the following formulae in propositional logic? Then y. അപ്പോൾ ഇംപ്ലിക്കേഷൻ്റെ ശേഷം y വരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ, ഓപ്ഷനേ ഉള്ളൂ. എക്സ് ആൻഡ് നെഗേഷൻ ഇസഡ് ഇംപ്ലൈസ് വൈ ആയിരിക്കും ആൻസർ. ഇത് നെറ്റ് നവംബർ 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലെറ്റ് പി ക്യു ആർ ആൻഡ് എസ് ബി പ്രപ്പോസിഷൻസ്. Assume that the equivalences and hold, then the truth value of the formula is always option A true, option B false, option 3 same as truth table of Q, option 4 same as truth table of S. 2017 നവംബർ UGC നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. അപ്പം പിയും ക്യൂവും ആറും എസ്സും പ്രപ്പോസിഷനുമാണ്, അത് ഈക്വിവാലൻസുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രിൻസിപ്പൽ കൺജക്റ്റീവ് നോർമൽ ഫോം ഫോർ പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ? ഓപ്ഷൻ എ പി ഓർ നെഗേഷൻ ക്യൂ. ദെൻ ഇത് നെറ്റ് 2019 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ പി ഇംപ്ലൈസ് ക്യൂ, പി ഓർ ക്യൂ, പി ആൻഡ് ക്യൂ, നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, പി ആൻഡ് നെഗേഷൻ ക്യൂ, നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ, നെഗേഷൻ പി ഓർ ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗേഷൻ പി ഓർ ക്യൂ ആണെന്ന്. പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ വരും. പി ആൻഡ് ക്യൂവും പി ആൻഡ് നെഗേഷൻ ക്യൂവും ഈക്വൽ ആവത്തില്ലല്ലോ. അപ്പം പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പിക്ക് ഈക്വലാണ്. ലാസ്റ്റ് വൺ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് പി ആൻഡ് നെഗേഷൻ ക്യൂ ആയിരിക്കും. അങ്ങനെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Let P and Q be two propositions. Negation P biconditional Q is equivalent to P biconditional negation Q ആണ് ആൻസർ. അത് നെറ്റ് നവംബർ 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലോജിക്കലി ഇക്വിവാലൻറ്റ് ടു P implies Q? P implies Q ഓപ്ഷൻ 1 നെഗേഷൻ പി ഓർ ക്യൂ, ഓപ്ഷൻ 2 നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, ഓപ്ഷൻ 3 നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ക്യൂ, ഓപ്ഷൻ 4 നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് പി. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ നെഗേഷൻ പി ഓർ ക്യൂ ആണെന്നറിയാം. അപ്പോൾ ഫസ്റ്റ് ലോജിക്കലി ഈക്വലൻ്റ് ആണ്. സെക്കൻഡ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറയുന്നതും പി ഇംപ്ലൈസ് ക്യൂവിന് ഈക്വലാണ്, കോൺട്രാപോസിറ്റീവ്. ദെൻ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ നെഗേഷൻ ഇടുമ്പോൾ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് വരും. അതും പി ഇംപ്ലൈസ് ക്യൂവിന് ഇക്വിവാലൻ്റ് ആണ്. ഓപ്ഷൻ 4 നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് പി. ഇത് നെറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ വൊക്കാബുലറി with only 4 prepositions A, B, C and D. How many models are there for the following sentence? Negation A or negation B, or negation C or negation D. ഇതിലെ എല്ലാ പ്രപ്പോസിഷനിലും നെഗേഷൻ ഉണ്ട്. നെഗേഷൻ അപ്പോൾ കോമൺ എടുക്കുകയാണെങ്കിൽ നെഗേഷൻ എ ആൻഡ് നെഗേഷൻ കോമൺ നെഗേഷൻ ഓഫ് എ ആൻഡ് ബി ആൻഡ് സി ആൻഡ് ഡി എന്ന് നമുക്ക് എഴുതാം.
അപ്പം എത്ര മോഡൽസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. മോഡൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ ഫൈനൽ ഇതിൽ എത്ര ട്രൂ വാല്യൂ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മോഡൽസ്. എല്ലാം ആൻഡ് ആണെങ്കിൽ നെഗേഷൻ വെളിയിലെടുക്കുമ്പോൾ എ ആൻഡ് ബി ആൻഡ് സി ആൻഡ് ഡി എല്ലാം ആൻഡ് ആണെങ്കിൽ ഒരേ ഒരു കേസിലെ ഫൈനലിൽ ട്രൂ വരത്തുള്ളൂ. ആൻഡിൻ്റെ കേസ് എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമല്ലേ ട്രൂ റിസൾട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കേസേ വരത്തുള്ളൂ. അപ്പം അതിൻ്റെ നെഗേഷൻ എടുക്കുമ്പം അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും വരുന്നത്. 4 പ്രപ്പോസിഷൻ ആയതുകൊണ്ട് 14 റോസ് കാണും. 16 നിന്ന് 1 പോയ 15. അപ്പോൾ ആൻസർ തേർഡ് ഓപ്ഷൻ 15. In mathematical logic, which of the following are statements? There will be snow in January. What is the time now? Today is Sunday. You must study discrete mathematics. ഇത് നെറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ല. തേർഡ് ഓപ്ഷനും സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർത്ത് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതും ട്രൂ ഫാൾസോ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പം ഓപ്ഷൻ എ തേർഡ് ഓപ്ഷനാണ് 1 and 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് പ്രപ്പോസിഷൻസ് ആർ നോട്ട് ലോജിക്കലി ഇക്വിവാലൻറ്റ്? ഇത് 2020 നവംബർ ചോദിച്ചതാണ്. P implies R and Q implies R and P or Q implies R. Option 2 P biconditional Q and negation P biconditional negation Q. Third option P implies Q and Q implies P and P biconditional Q. P and Q implies R and P implies R and Q implies R. P implies R and Q implies R നെ P or Q implies R എന്ന് പറയാക്കും. Pയിൽ നിന്നും Rലെത്താം, Qയിൽ നിന്നും Rലെത്താം. അപ്പം Pയിൽ നിന്നോ Qയിൽ നിന്നോ Rലെത്താം എന്നുള്ളത് രണ്ടും ലോജിക്കലി ഇക്വിവാലൻ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ P ബൈകണ്ടീഷണൽ Q എന്ന് പറയുന്നത് നെഗേഷൻ P ബൈകണ്ടീഷണൽ നെഗേഷൻ Qന് ഇക്വിവാലൻ്റ് ആണ്. സെക്കൻഡും ഇക്വിവാലൻ്റ് ആണ്. തേർഡ് വൺ P ഇംപ്ലൈസ് Q ആൻഡ് Q ഇംപ്ലൈസ് P. P ബൈകണ്ടീഷണൽ Q എന്ന് പറയുന്നത് തന്നെ P ഇംപ്ലൈസ് Q ആൻഡ് Q ഇംപ്ലൈസ് P ആണ്. അത് ഇക്വിവാലൻ്റ് ആണ്. ഫോർത്ത് ഓപ്ഷനാണ് ലോജിക്കലി ഇക്വിവാലൻ്റ് അല്ലാത്ത. Which of the following is logically equivalent? Negation P implies Q implies R and Q implies P or R. ഇതിൽ നെഗേഷൻ P or R എന്നുള്ളത് P ഇംപ്ലൈസ് Qന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ P ആൻഡ് നെഗേഷൻ Q or R എന്ന് വരും. സെക്കൻഡ് ഇതിൽ നെഗേഷൻ Q or P or R രണ്ടും ലോജിക്കലി ഇക്വിവാലൻ്റ് ആണ്. സെക്കൻഡ് P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് R ആൻഡ് P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് R. ഇത് അസോസിയേറ്റീവ് അല്ല ഇംപ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോജിക്കലി ഇക്വിവാലൻ്റ് അല്ല. തേർഡ് വൺ P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് R ഇംപ്ലൈസ് S ആൻഡ് P ഇംപ്ലൈസ് R ഇംപ്ലൈസ് Q ഇംപ്ലൈസ് S. ഇത് രണ്ടും ലോജിക്കലി ഇക്വിവാലൻ്റ് അല്ല. അപ്പം എ മാത്രം, ഫസ്റ്റ് ഓപ്ഷൻ എ മാത്രമാണ് ലോജിക്കലി ഇക്വിവാലൻ്റ്. ഇത് 2021 നവംബറിൽ ചോദിച്ചാണ്. ഇത് നെറ്റ് 2023 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ടോട്ടോളജി? ഓപ്ഷൻ എ P ഇംപ്ലൈസ് P ആൻഡ് Q ഇംപ്ലൈസ് P ഇംപ്ലൈസ് Q. സെക്കൻഡ് ഓപ്ഷൻ P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് Q ഇംപ്ലൈസ് P or Q.
P and negation P implies Q. Implies P or negation P implies R. Q implies P and negation P implies R implies P and negation P. Choose the correct answer from the option given below. A only, B and A and B only, C and D only. Third option, A and B only. ഇത് 2021 ഗേറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലെറ്റ് പി ആൻഡ് ക്യൂ ബി എ ടു പ്രൊപ്പോസിഷൻ. കൺസിഡർ ദ ഫോളോയിങ് ടു ഫോർമുല ഇൻ പ്രൊപ്പോസിഷൻ ലോജിക്. S1 negation P and P or Q implies Q. S2 Q implies negation P and P or Q. Which one of the following choices is correct? Option 1, neither S1 nor S2 is a tautology. Option 2, S1 is not a tautology but S2 is a tautology. Third option, both S1 and S2 are tautologies. S1 is a tautology but S2 is not a tautology. Option 4, S1 is a tautology but S2 is not a tautology.